മധ്യ യൂറോപ്യൻ രാജ്യമായ സ്ലോവാക്യയിൽ ബ്രൗൺ കരടികളുടെ എണ്ണം പെരുകുകയും ഇവ ജനത്തിന് ഭീഷണിയാവുകയും ചെയ്തതോടെ വെടിവെച്ച് കൊന്ന് മാംസം പൊതുജനത്തിന് വിൽക്കാൻ സർക്കാർ തീരുമാനം. കരടികളുടെ ആക്രമണം പതിവായ സാഹചര്യത്തിൽ രാജ്യത്തെ 1300 ബ്രൗൺ കരടികളിൽ 1/4 വെടിവെച്ച് കൊല്ലാനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ മാസം മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ വെടിവെച്ച് കൊല്ലുന്ന കരടികളുടെ ജഡം മറവ് ചെയ്യണോ അതോ മാംസം പൊതുജനത്തിന് നൽകണോ എന്ന കാര്യം തീരുമാനിച്ചിരുന്നില്ല. ഇക്കാര്യത്തിലാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. സർക്കാർ തീരുമാനപ്രകാരം നിയമപരവും ശുചിത്വപരവുമായ എല്ലാ വ്യവസ്ഥകളും പാലിച്ച് അടുത്ത ആഴ്ച മുതൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള സംഘടനകൾക്ക് കരടി മാംസം വിൽപ്പനയ്ക്ക് വെക്കാം. വന്യമൃഗങ്ങളെ ഭയന്ന് ജനങ്ങൾ ജീവിക്കുന്ന സാഹചര്യം അനുവദിക്കാനാകില്ലെന്നായിരുന്നു കരടികളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചയുടൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിഗോ പറഞ്ഞത്. യൂറോപ്യൻ യൂണിയൻ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന വന്യമൃഗമാണ് ബ്രൗൺ കരടികൾ. കാട്ടുപന്നികൾ പെരുകുകയും ഇവ കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയാവുകയും ചെയ്തതോടെ ഇറ്റലി, പോളണ്ട്, ഹംഗറി, ഫ്രാൻസ് തുടങ്ങി മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇവയുടെ നിശ്ചിത ശതമാനത്തിന് വെടിവെച്ച് കൊന്ന് പെരുകുന്നത് നിയന്ത്രിക്കുന്നുണ്ട്.